ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിശക്തമായ മഴയും കാറ്റും വെള്ളപ്പാച്ചിലും ഉണ്ടാകുമെന്ന നിരീക്ഷണത്തെ തുടർന്ന് സൗദി അറേബ്യയിലെ 8 പ്രവിശ്യകളിൽ കാലാവസ്ഥാ വിഭാഗം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മക്ക, മദീന, ജീസാൻ, അസീർ, നജ്റാൻ, ഖസീം, ഈസ്റ്റേൺ പ്രൊവിൻസ്, റിയാദ് എന്നീ 8 പ്രവിശ്യകളിലെ വിവിധ ഏരിയകളിലാണ് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവുക. ശക്തമായ മഴയും കാറ്റും വെള്ളപ്പാച്ചിലും ഇടിമിന്നലുമെല്ലാം അനുഭവപ്പെടും എന്നതിനാൽ ജനങ്ങൾ റോഡുകളിലും മറ്റ് തുറന്ന സ്ഥലങ്ങളിലുമെല്ലാം ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായുള്ള കനത്ത മഴ ഒമാന്റെ ഭൂരിഭാഗം ഗവർണറേറ്റുകളിലും തുടരുന്നു. മഴയോടൊപ്പം ശക്തമായ കാറ്റും ഇടിയും അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാദികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ബുറൈമി, ദോഫാർ എന്നീ ഗവർണറേറ്റുകളിൽ വ്യാഴാഴ്ച അതിരാവിലെ മഴ ലഭിച്ചിരുന്നു. മറ്റ് ഗവർണറേറ്റുകളിൽ ഉച്ചയോടെയാണ് മഴ ശക്തമായത്. കനത്ത മഴ മുന്നറിയിപ്പ് പശ്ചാത്തലത്തിൽ അൽവുസ്ത ഒഴികെയുള്ള എല്ലാ ഗവർണറേറ്റുകളിലെയും സ്കൂളുകളിൽ ഓൺലൈനിലൂടെയായിരുന്നു അധ്യയനം നടന്നത്. മോസലാത്ത് ഇന്റർസിറ്റി ബസ് സർവീസ് ചില റൂട്ടുകളിൽ റദ്ദാക്കി. മസ്കറ്റ്, ജാലാൻ, ബനി ബു അലി, സൂർ, മസ്കറ്റ്, ഷാർജ എന്നീ റൂട്ടുകളിലേക്കുള്ള ഇന്റർസിറ്റി ബസ് സർവീസുകളാണ് താൽക്കാലികമായി നിർത്തിവച്ചത്. ഇത് പുനരാരംഭിക്കുന്നത് കമ്പനിയുടെ സാമൂഹിക മാധ്യമ പേജുകളിലൂടെ അറിയിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മസ്കറ്റ് ഗവർണറേറ്റിലെ പാർക്കുകളും ഗാർഡനുകളും താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. എന്നാൽ സീബ്, മബേല, സുവൈക്ക്, മുസന്ന, ബുറൈബി, റുസ്താഖ്, ഷിനാസ് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത്. മസ്കറ്റ് ഗവർണറേറ്റിലെ നഗരപ്രദേശങ്ങളിൽ രാവിലെ മുതൽ തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. ഉച്ചയോടെയാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. സലാലയുടെ നഗരപ്രദേശങ്ങളിൽ മഴ രാവിലെ മുതലാണ് ആരംഭിച്ചത്. സൗദ, ഔക്കത്ത് തുടങ്ങിയ ഭാഗങ്ങളിലും മഴ ലഭിച്ചു. സാമാന്യം ഭേദപ്പെട്ട മഴയാണ് പെയ്തത്. അതേസമയം മഴ ശനിയാഴ്ച വരെ തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. തെക്കൻ ഷെർക്യ, അൽവുസ്ത, ദോഫാർ ഗവർണറേറ്റുകളിലും അൽ ഹജർ പർവ്വതങ്ങളിലും സമീപ പ്രദേശങ്ങളിലും വ്യത്യസ്ത തീവ്രതയോടെ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ന്യൂനമർദ്ദത്തിന്റെ ആഘാതം തുടരും. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് രാവിലെ 10 മുതൽ രാത്രി 10 വരെ 30 മുതൽ 80 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും വാദികൾ മുറിച്ചു കടക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ക്രൈസിസ് മാനേജ്മെന്റും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. റോയൽ ഒമാൻ പോലീസും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് രംഗത്തുണ്ട്. രാജ്യത്തെ പ്രതികൂല കാലാവസ്ഥ മുതലെടുത്ത് ഉപഭോക്തൃ അവകാശങ്ങൾ ലംഘിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രംഗത്ത്. വിലയിൽ കൃത്രിമം കാണിക്കുന്നതോ ഉൽപ്പന്നങ്ങൾ പൂഴ്ത്തിവെക്കുന്നതോ അംഗീകരിക്കാനാകില്ലെന്ന് CPA അറിയിച്ചു. ഇത്തരം ലംഘനങ്ങൾ കണ്ടാൽ ഉപഭോക്താക്കൾ പ്രത്യേക നമ്പറുകളിൽ വിളിച്ച് അറിയിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് വീണ്ടും യാത്രക്കാരെ വലച്ചു. മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് 6 മണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 7:35 പുറപ്പെടേണ്ട IX712 എന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് മുന്നറിയിപ്പില്ലാതെ മണിക്കൂറുകൾ വൈകിയത്. വിമാനം ആദ്യം 10:30 പോകുമെന്നാണ് അറിയിച്ചത്. ശേഷം പിന്നെയും സമയം മാറ്റി 12:20 എന്ന് അറിയിക്കുകയാണുണ്ടായത്. ഒടുവിൽ 6 മണിക്കൂറിലേറെ വൈകി 1:30 പുറപ്പെട്ടത്. നാട്ടിൽ നിന്നുള്ള വിമാനം വൈകി പറക്കലിനുള്ള കാരണമായി അധികൃതർ സൂചിപ്പിച്ചത്. അസ്ഥിര കാലാവസ്ഥ കാരണം മസ്കറ്റ് ഗവർണറേറ്റിലുടനീളമുള്ള എല്ലാ പാർക്കുകളും താൽക്കാലികമായി അടച്ചുപൂട്ടുന്നതായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് അടച്ചിടലെന്നും കാലാവസ്ഥ സുസ്ഥിരമായ ശേഷം സന്ദർശകർക്കായി വീണ്ടും തുറക്കുമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ വ്യക്തമാക്കി. UAEയിലെ അബുദാബിയിലും ദുബൈയിലും ഇന്ന് പുലർച്ചെ ശക്തമായ മഴ പെയ്തു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ടായിരുന്നു. പുലർച്ചെ 3 മണിക്ക് ഇടിയും മിന്നലും അനുഭവപ്പെട്ടു. ശക്തമായ മഴയെ തുടർന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം രാജ്യത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൽദഫ്ര, അൽസില പ്രദേശങ്ങളിലാണ് കനത്ത മഴ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് രാത്രി 8 മണി വരെ അസ്ഥിരമായ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. മെയ് 2, 3 തീയതികളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്.
ഷാർജയിലും ദുബൈയിലും സ്കൂളുകൾക്ക് വിദൂര പഠനം ഏർപ്പെടുത്തി. പാർക്കുകളും ബീച്ചുകളും അടച്ചിട്ടുണ്ട്. ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കുന്ന കാര്യം പരിഗണിക്കാൻ കമ്പനികൾക്കും നിർദ്ദേശം നൽകി. അതേസമയം ഒമാനിലും ഇന്ന് കനത്ത മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മെയ് 2 വ്യാഴാഴ്ച കനത്ത മഴയ്ക്കും കാറ്റിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 20 മുതൽ 80 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. ഇതേ തുടർന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പൊതുജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. യുഎയിലെ കനത്ത മഴ ദുബൈയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളെയും ബാധിച്ചു. നിരവധി വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ചില സർവീസുകൾ വഴി തിരിച്ചുവിട്ടു. 5 വിമാനങ്ങൾ വഴി തിരിച്ചുവിട്ടതായും ദുബൈ വിമാനത്താവളത്തിലേക്ക് എത്തുന്ന 9 വിമാനങ്ങൾ ഇവിടെ നിന്നും പുറപ്പെടുന്ന 4 വിമാനങ്ങളും റദ്ദാക്കിയതായും ദുബൈ എയർപോർട്ട് സ്ഥിരീകരിച്ചു. മഴയും അത് കാരണമുള്ള ഗതാഗത കുരുക്കുകളും പ്രതീക്ഷിക്കുന്നതിനാൽ യാത്രക്കാർ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ദുബൈ വിമാനത്താവളം അധികൃതരും വിമാന കമ്പനികളും ആവശ്യപ്പെട്ടു. ദുബൈ വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർ നേരത്തെ സ്വകാര്യ വാഹനങ്ങളിലായാലും പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കുകയാണെങ്കിലും അല്പം നേരത്തെ ഇറങ്ങണമെന്നും വഴിയിൽ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങൾ കൂടി കണക്കിലെടുത്ത് അധിക സമയം കാണണമെന്നും അറിയിപ്പുണ്ട്. മോശം കാലാവസ്ഥ സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയും ദുബൈ അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയും യാത്ര ചെയ്യുന്ന അതിഥികൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി നടത്തണമെന്നാണ് അഭ്യർത്ഥിച്ചത്. ഗതാഗതക്കുരുക്ക് പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തത്സമയ ട്രാഫിക് വിവരങ്ങൾ നൽകുന്ന സ്മാർട്ട് ആപ്പുകൾ ഉപയോഗിക്കണം. 1 ഉം 3 ഉം ടെർമിനലുകളിലേക്ക് വരുന്നവർക്ക് ദുബൈ മെട്രോ ഉപയോഗിക്കുകയും ചെയ്യാം. സൗദി അറേബ്യയിൽ 2024 ഏപ്രിൽ മാസത്തിൽ 1790 പരിശോധനകളിലായി 268 പേരെക്കുറിച്ച് അന്വേഷണം നടത്തിയതായി അഴിമതി വിരുദ്ധ സമിതി അറിയിച്ചു. തുടർന്ന് കൈക്കൂലി, ഓഫീസ് അധികാര ദുർവിനിയോഗം, കള്ളപ്പണം വെളുപ്പിക്കൽ, വ്യാജരേഖ ചമക്കൽ എന്നീ കുറ്റങ്ങളിൽ ഉൾപ്പെട്ട 166 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ആഭ്യന്തരം, പ്രതിരോധം, നാഷണൽ ഗാർഡ്, നീതിന്യായം, ആരോഗ്യം, മാനവ വിഭവശേഷി, സാമൂഹിക വികസനം, മുനിസിപ്പൽ, റൂറൽ അഫയേഴ്സ്, ഹൗസിംഗ് മന്ത്രാലയങ്ങളിലെ ജീവനക്കാരും പ്രതികളിൽ ഉൾപ്പെടുന്നു. സാമ്പത്തികമോ ഭരണപരമോ ആയ അഴിമതിയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അറബിക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം മൂലം യുഎഇയിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച നേരിയ ഇടത്തരം മഴ ഇന്ന് ശക്തമാകും. രാത്രി വരെ യുഎഇയുടെ എല്ലാ ഭാഗങ്ങളിലും മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. 22 മുതൽ 45 മില്ലിമീറ്റർ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ അധികൃതർ പ്രവചിച്ചിരിക്കുന്നത്. 22 മുതൽ 45 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് സൂചന. ദേശീയ ദുരന്ത നിവാരണ സമിതി മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കി. പ്രതികൂല കാലാവസ്ഥയിൽ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു. വിവരങ്ങൾക്ക് ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും ആവശ്യപ്പെട്ടു. മഴയും കാറ്റും മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ ലഘൂകരിക്കുന്നത് സംബന്ധിച്ച് പ്രാദേശിക വകുപ്പുകളുമായി സമിതി ചർച്ച നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയം, നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി, സർക്കാർ ഏജൻസി എന്നിവയുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. അടിയന്തര ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഒന്നിച്ച് മഴ ലഭിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കും. സൗദിയിൽ നിന്നും തുടങ്ങിയ മഴ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, യുഎഇ വഴി ഒമാനിലാണ് അവസാനിക്കുക. ഖത്തറിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ സൂചിപ്പിച്ചു.